വളരെ പ്രസിദ്ധമായ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചങ്ങായിയായിരുന്നു ജോൺ എന്നുള്ള വ്യക്തി. അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ എല്ലാ ദിവസവും രാവിലെ വരും, വൈകുന്നേരവും തിരിച്ചു പോകും. അങ്ങനെ ജോലി കഴിഞ്ഞ് എല്ലാ ദിവസവും തിരിച്ചു പോകുന്ന ദിവസം പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം കമ്പനിയിലേക്ക് രാവിലെ വരികയായിരുന്നു. പക്ഷേ അന്ന് രാവിലെ വളരെ മൂകമായ ഒരവസ്ഥയായിരുന്നു. കമ്പനിയുടെ ചുറ്റും കുറേ ആൾക്കാരുണ്ട്. എന്നിട്ട് അവിടെ ഒരു കറുത്ത കൊടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് അവൻ്റെ സുഹൃത്ത് പറയുന്നുണ്ട്, നമ്മുടെ കമ്പനിയിലുള്ള ഒരാൾ മരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെയുണ്ട്, എല്ലാവരും കാണുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജോണിന് വല്ലാതെ വിഷമായി. ആരാണ് എൻ്റെ കമ്പനിയിൽ മരിച്ചത് എന്നുള്ള ചിന്ത, എൻ്റെ സഹപ്രവർത്തകരായ ആരാണ് മരിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. എന്നാൽ അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്നുള്ളത്, അവിടെയുള്ള അവൻ്റെ സുഹൃത്തുക്കളോ അവിടെ പണിയെടുത്ത ജോലിക്കാരോ ആരാണ് മരിച്ചത് എന്ന് പറയുന്നില്ല. അത് തന്നെയാണ് അവരുടെ പ്രശ്നം. ആരാണ് ചോദിക്കുമ്പോൾ ആരാണെന്ന് ആർക്കും അറിയുന്നില്ല. പക്ഷേ ഒരു റൂമിൽ ബോഡി വെച്ചിട്ടുണ്ട്, ഒരു റൂമിൽ ഒരു വാതിലിലൂടെ കയറി അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ട് തിരിച്ചിറങ്ങണം എന്നുള്ളതാണ് അവിടെ നിർദ്ദേശം. അങ്ങനെയുള്ള ആ നിർദ്ദേശത്തിനനുസരിച്ച് അദ്ദേഹം നീങ്ങി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു. ലൈനിൻ്റെ ഒരു പിന്നിൽ ജോൺ പോയിട്ട് നിന്നു. അങ്ങനെ ലൈൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ആശങ്കയോടുകൂടി അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആരാണ് മരിച്ചത്, എന്താണ് പ്രശ്നം എന്നുള്ള ഒരു പ്രശ്നം. പക്ഷേ ബോഡി കണ്ടിറങ്ങുന്ന ഓരോരുത്തരുടെ മുഖത്തും വളരെ വിഷമവും ദുഃഖവും തളം കെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ അവരും ആരാണ് മരിച്ചത് എന്ന് പറയുന്നില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെ അദ്ദേഹം ആ ലൈനിലൂടെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അവർക്ക് ആ ഡോറിന്റെ തൊട്ടു മുമ്പിൽ ഒരു ബോർഡ് തെളിഞ്ഞു വരുന്നത്. പൊതുവെ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരുടെയെങ്കിലും ഫോട്ടോ വെച്ചാണ് വരുന്നത്. പക്ഷെ ഒരു ബോർഡ് അതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ വിജയിക്കാൻ സമ്മതിക്കാത്ത, നിന്നെ തോൽവിയിലേക്ക് തള്ളിയിടുന്ന ഒരാള് മരിച്ചിരിക്കുന്നു എന്നാണ് ആ ബോർഡിലേക്ക് എഴുതിയത്. അഥവാ നിങ്ങളെ വിജയിക്കാൻ സമ്മതിക്കുന്നില്ല, അവൻ എപ്പോഴും നിന്നെ തോൽവിയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൻ മരിച്ചു കിടക്കുന്നു. വീണ്ടും ആശങ്കയായി, ആരാണത്, എന്നെ വിജയിക്കാൻ സമ്മതിക്കാത്ത ആരാണ് എന്നുള്ള ചിന്തയിലൂടെ കടന്നുപോയാണ് ജോണ്. ആ ജോണ് തൻ്റെ ഊഴം എത്തുന്നത് വരെ ആ ചിന്തയിലൂടെയായിരുന്നു. ആ വാതിൽപ്പടിയിൽ എത്തുമ്പോൾ അദ്ദേഹം ആകെ തരിച്ചു നിന്ന് പോയി. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി ആ ഡോറ് കടന്നു. എന്നാൽ അതിനുള്ളിൽ ഒരു ബോഡിയോ ഒരാൾ മരിച്ച ശവമോ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായത് ജസ്റ്റ് ഒരു കണ്ണാടി മാത്രമായിരുന്നു. ഒരു കണ്ണാടി, അതിൽ അദ്ദേഹത്തിൻ്റെ മുഖമാണ് കാണുന്നത്. ഞാനാണോ മരിച്ചത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അപ്പോഴാണ് ജോണിൻ്റെ മൈൻഡിലേക്ക് തൊട്ട് മുമ്പ് വായിച്ച ആ ബോർഡ് ഓർമ്മ വന്നത്. എന്നെ വിജയിക്കാൻ സമ്മതിക്കാത്ത, എന്നെ തോൽവിയിലേക്ക് തള്ളിയിടുന്ന ഒരാളാണ് മരിച്ചത്. അപ്പോഴാണ് അത് ഞാൻ തന്നെയല്ലേ എന്നെ വിജയിക്കാൻ സമ്മതിക്കാത്തത്. ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരിൽ നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു ഇത്. ഇതിനുശേഷം ആ കമ്പനിയിലെ പണിക്കാരിലൊക്കെ ഭയങ്കര മാറ്റം സൃഷ്ടിച്ചു എന്നുള്ള പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ നമ്മളെ വിജയിക്കാൻ സമ്മതിക്കാത്തതും നമ്മളെ തോൽവിയിലേക്ക് തള്ളിയിടുന്നതും ഒക്കെ നമ്മളാണ് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ മറ്റെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യമുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആവശ്യമുള്ള സമയത്ത് വെറുതെ സമയം പാഴാക്കി കളയുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ലൈഫിനെ കൺട്രോളിലേക്ക് എത്തിക്കുന്നില്ല. അതൊക്കെ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത്? നമ്മൾ പറയലുണ്ട്, മറ്റുള്ളവരാണ് എന്നെ തോൽപ്പിച്ചത്. അങ്ങനെ മറ്റുള്ളവർ തോൽപ്പിക്കുമ്പോൾ തോൽക്കേണ്ടതല്ല നമ്മുടെ ലൈഫ്. നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ എന്നുള്ളത് നമ്മുടെ കയ്യിലായിരിക്കണം. ആ ജോണിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇനി നമ്മുടെ ലൈഫിൽ തോൽവിയും വിജയവും അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ കയ്യിലാണ്. അതെപ്പോഴും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. കാരണം ലൈഫ് എപ്പോഴും ഒറ്റയ്ക്കാണ്. അത് ഒറ്റയ്ക്ക് വിജയിക്കാനും ഒറ്റയ്ക്ക് ഓടാനും നമ്മൾ പഠിച്ചിരിക്കണം.